ഹായ് ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഹെയർ ഗ്രോത്ത് ജേണി വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും ഹെയർ അങ്ങനെ ശ്രദ്ധിക്കാണ്ടിട്ടിട്ട് എൻ്റെ ഹെയറൊക്കെ വല്ലാണ്ട് ഫ്രിസി ആയിട്ട് ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ ആഴ്ചയിൽ ഇങ്ങനെ വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് തൈരും അതായത് കേടും എഗ്ഗും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ വീഡിയോസിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മാറ്റി മാറ്റി ചെയ്യാവുന്നതാണ്. ഇത് പിന്നെ നമ്മളെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലോ. അപ്പോൾ ഞാനിവിടെ ഇന്ന് എഗ് വൈറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് എഗ്ഗ് കംപ്ലീറ്റ് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ എനിക്ക് ആ സ്മെല്ല് ഒട്ടും പറ്റാനിട്ടാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഷാമ്പു യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് എഗ് വൈറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. അഥവാ ഇനിയിപ്പോൾ ഷാമ്പു യൂസ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും മൈൽഡ് ഷാമ്പു മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എഗ് വൈറ്റും അതുപോലെ തന്നെ കേടും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം, പക്ഷേ ഇത് ഓൾറെഡി നല്ല രീതിയിൽ ഒരു ലൂസായിട്ടുള്ള കേടാണ്. അപ്പോൾ ഒന്നും കൂടെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ലൂസായി പോകും കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ കേട് അലർജി ഉള്ളവർ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഇത് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് നീരിറക്കമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് മാത്രം ചെയ്യുക. ഒരുപാട് ടൈം വെക്കാതിരിക്കുക. അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വെക്കാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയിലും മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നല്ല ഡ്രൈ ഹെയർ ആണെങ്കിൽ എന്തായാലും ഓയിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ വല്ലാണ്ട് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ തൈരിലാണെങ്കിൽ പ്രോട്ടീൻ, കാൽസ്യം, ലാക്റ്റിക് ആസിഡ് തുടങ്ങിയ പോഷകങ്ങളൊക്കെ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലെ അഴുക്കും എണ്ണയൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ താരം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. മുടിക്ക് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ളൊരു തിളക്കം നൽകും. പിന്നെ വരണ്ട മുടിയെ നല്ല സോഫ്റ്റും പിന്നെ സിൽക്കി ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുമാത്രമല്ല, നമ്മുടെ ആ ഒരു സ്കാൽപ്പിനും തലയ്ക്കുമൊക്കെ നല്ലൊരു തണുപ്പും കിട്ടും. പിന്നെ മുട്ടയുടെ വെള്ളയാണെങ്കിൽ ധാരാളം പ്രോട്ടീനൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ മുടിക്ക് നല്ല, അതായത് ഡാമേജ്ഡ് ഒക്കെ ആയിട്ടുള്ള ഹെയറിന് നല്ല കരുത്ത് കിട്ടും. അതുപോലെ തന്നെ മുടി നമ്മൾ പൊട്ടിപ്പോകുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ ഓയിലി ഹെയർ ഉള്ളവർക്കും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇത്. പിന്നെ ഡൾ ഹെയർ ആണെങ്കിൽ നല്ല ഷൈൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് ഇടുമ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വീക്ക് ഹെയർ ഉള്ളവർക്ക് ഇതൊരു നല്ല പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റും കൂടെയാണ് കേട്ടോ. ഫ്രിസി ഹെയർ ഉള്ളവർക്കാണെങ്കിലും നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഈ മുട്ടേനോടും തൈരിനോടും ഒക്കെ അലർജി ഉള്ളവർ ഇത് യൂസ് ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമ്മളിത് അധികമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഈ ഒരു മാസ്ക് അതായത് നല്ലൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ഹെയറും ഓരോ രീതിയിലാണ്. അപ്പോൾ അതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഞാൻ വാഷ് ചെയ്തതിന് ശേഷം മുടി നല്ല രീതിയിൽ ഒരു ഷാമ്പു ഇടാണ്ട് തന്നെ ഒരു ഷാമ്പു ഫീലിങ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചിലപ്പം ഒന്ന് വാഷ് ചെയ്താൽ പോവും, പക്ഷെ നമുക്കിങ്ങനെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ സ്കാൽപ്പിനും ഒക്കെ. അപ്പോൾ ഓരോ ഹെയറിനെ പറ്റിയും അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഞാൻ ഇതിന് മുന്നേ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇനിയും നമുക്ക് ഹെയർ കെയർ വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.